ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളുടെ കുറച്ച് കാശ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ ഒരു നഷ്ടപ്പെട്ട കാശ് എവിടെയാണെന്ന് മറ്റുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇതെന്ത് ഉത്തരം പറയും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അത് നിങ്ങളേതെങ്കിലും സുഹൃത്തുക്കൾക്കോ അല്ലാതെ നിങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർക്കോ സഹായിച്ചതായിരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അറിയാതെ ചെയ്തൊരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾ അത് മറ്റുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലാതിരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അറിയുമെന്നോ ഭയപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതെങ്ങനെ മറ്റുള്ളവരോട് പറയും. അപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ ഇത് തിരിച്ച് കിട്ടൂല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ വളരെ വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം എന്താണെന്ന്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ പൈസ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണെന്നുള്ളതാണ്. ചിലപ്പോൾ അത് ആ വഴിയിലൂടെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിലൂടെ ഈ ഒരു പൈസ തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒരു പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇന്ന് ആരെങ്കിലും നിങ്ങളെ സഹായിച്ച ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നിലേക്ക് നടക്കും. ചിലപ്പോൾ ഫീസ് അടയ്ക്കാനുള്ള പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ലോൺ അടയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിരിക്കാം. എന്ത് തന്നെയായാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ വളരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഇന്ന് പൈസ കിട്ടും, നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് പൈസയുടെ എനർജി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസും നയൻ ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ഒക്കെയാണ് വന്നത്. പെൻറ്റക്കിളിൻ്റെ എനർജി വളരെ ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ഹൈ വൈബ്രേഷനിലിരുന്ന് നിങ്ങൾ പൈസ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഇത് പൈസ കിട്ടൂലേ, പൈസ എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ ഇന്ന് എന്നെ ദൈവം സഹായിക്കും, ഇന്ന് എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും നടക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ അത് നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. അത് ദൈവമായിട്ട് ആരെങ്കിലും രൂപത്തിൽ വന്ന് നിങ്ങളത് സഹായിക്കും. പിന്നെ പാസിൽ കിട്ടേണ്ട എന്തെങ്കിലും പൈസയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നതുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ള പൈസ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ചിലപ്പം നിങ്ങൾക്ക് PF അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നും പൈസ ഒരു വലിയ എമൗണ്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് കുറേയധികം ആൾക്കാർക്കും. കാരണം എല്ലാം പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വൈബ്രേഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും ഹൈ വൈബ്രേഷനിലിരുന്നാൽ മാത്രമേ പൈസ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് കാര്യവും നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ പൈസ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ വൈബ്രേഷൻ സാധാ വൈബ്രേഷൻ പോരാ. മണി എനർജി എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ഒരു വൈബ്രേഷനാണ് അതിന്. ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങളെ ആരെങ്കിലും കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടെന്നോ ഒക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നു എന്നാണ് കാണുന്നത്.
അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇൻഡ്യൂഷനായിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. മുന്നിൽ കിടക്കുന്ന അപകടത്തെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നിൽ നടക്കാൻ പോകുന്ന ഒരു അപകടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അത് അറിയുന്നത് കൊണ്ട് അത് മാറ്റാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളും അറിയാതെ നമുക്ക് ഒരു അപകടത്തിൽ ചെന്ന് ചാടും. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് മനസ്സിലാക്കുക, എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു അപകടമുണ്ട്, ഒരു ചതിയുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാവുന്നു, മുന്നിലൊരു അപകടമുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ശരിക്കും ദൈവാധീനമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ ഇന്നത്തെ ദിവസം പറ്റൂല എന്നാണ് കാണുന്നത്. പുറത്ത് നല്ല സൗണ്ടുണ്ട്, സോറി. അവിടെ പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ വെയിറ്റ് ചെയ്തതാണ് ഇതൊന്ന് നിർത്തുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴ കഴിയുമ്പോൾ അവർ അത് ചെയ്യുന്നതാണ്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നത്. സ്റ്റെബിലിറ്റിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആത്മവിശ്വാസവും കൂടും. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരും. നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് എന്ന് പറയൂലേ, ആ ഒരു കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ ഓഫർ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം. അതിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. മൂൺ കാർഡാണ്. അപ്പോൾ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ മുന്നിലുള്ള ശത്രുക്കൾ ആരാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കാനും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ നിങ്ങൾക്കിന്ന് പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഇന്നത്തെ ഇതിൽ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നത് ഒരു ഇൻഡ്യൂഷൻ പോലെ പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം തോന്നും. നിങ്ങൾക്ക് കുറേയധികം ആൾക്കാർക്കും കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂട്ടാ. നിങ്ങളുടെ അപകടങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോണ കുറേ കാര്യങ്ങൾ, നിങ്ങളെ ചതിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരാൻ കാത്തിരിക്കുന്ന ആൾക്കാർ, നിങ്ങളെ ഒന്ന് നിരാശരായി കാണാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് കൊതിക്കുന്ന കുറേ ആൾക്കാർ, അവരെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ഇത് കണ്ടല്ലോ, ഒരു ക്രാബുണ്ട്, അതിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്, മറ്റുള്ളവരുടെ ആ ഒരു എനർജിയെ കെട്ടിയിടാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത് ഇതിനകത്ത്. അപ്പം നമുക്കെതിരെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു കഴിവ് ഇന്ന് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരെ ആകാം. എന്ത് തന്നെയായാലും നിങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം കെട്ടിവെക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഇന്ന് ഫുള്ളി നിങ്ങളുടെ കൺട്രോള് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് കാണുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നണം കേട്ടോ. ശരിക്കും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസത്തിനെന്നാണ് തോന്നണത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് ദൈവമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം, നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സമാനമായ ഒരു കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലൊരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ച് ദൈവമായിട്ട് കൊണ്ടുതരുന്നു എന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നാണ്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വളരെ ബിസി ആയിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിനിറ്റ് പോലും ചുമ്മാ ഇരിക്കാൻ പറ്റാത്ത അത്രയും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്.
കാരണം നിങ്ങൾക്ക് ചെയ്ത് തീർത്തിട്ട് വേറെ എന്തോ കാര്യം നാളെ ചെയ്യാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഫുള്ളി നിങ്ങൾക്ക് ചെയ്ത് ഈ ഒരു കാര്യം ഇന്ന് ആ കാര്യങ്ങളെല്ലാം ഇന്ന് ഫില്ലാക്കണമായിരിക്കാം. മുഴുവൻ ചെയ്ത് തീർക്കേണ്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അത് വളരെ ആർജവത്തോടു കൂടി നിങ്ങളത് ചെയ്ത് തീർക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളെ സഹായിക്കാനും ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാനും ഒക്കെ ഇന്ന് മറ്റുള്ളവരിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പം ഫിസിക്കലി നിങ്ങളെ സഹായിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്തവർ സഹായിക്കുമായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും കൺട്രോൾഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ കൺട്രോൾഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇമോഷന് ഒരു ഭാഗവും ഇല്ല ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്നത്തെ ദിവസം ഇമോഷൻസിനൊന്നും ഒരു കാര്യവും നിങ്ങൾ കൊടുക്കൂല. നിങ്ങൾ ശരിക്കും പ്രാക്ടിക്കലായിരിക്കും ഇന്നത്തെ ദിവസം. പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കും നിങ്ങൾ. എന്തായാലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ഇമോഷൻസ് ഒന്നും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റിസാണ്. അപ്പം നീതി കിട്ടുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ കിട്ടാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുടെ ചതിയും വഞ്ചനയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു ഏറ്റവും വലിയ നീതി. കാരണം നമ്മളുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ ചതിക്കുന്നു എന്ന് മനസ്സിലാകുന്നതാണ് ഏറ്റവും വലിയ നീതി. അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നു എന്നും കൂടി കാണുന്നുണ്ട്. ദ ഹാങ്ഡ് മാനാണ് ഇതിൽ. ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഏത് അവസ്ഥയിലായാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് ഡൗൺ ആയിപ്പോയി, നമ്മളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്ന് നമ്മൾ കുറേ കഷ്ടപ്പാടിലൊക്കെ ആയിപ്പോയെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ സഹതാപം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സഹതാപമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏതവസ്ഥയിലും നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിമാനം കളയാതെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ചാരിയട്ടാണ്. ഇന്ന് നിങ്ങളുടെ ഓൺ രാജ്യത്തെ രാജാവായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങളുടെ ആ ഒരു ഹൃദയവും ബുദ്ധിയും ഒക്കെ മറ്റുള്ള പല ആൾക്കാരുമാണ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങളുടെ ഇതിൽ നമ്മളുടെ ആ ഒരു സീറ്റിൽ വേറെ ആർക്കും ഇരിക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചില സമയം നിങ്ങൾ ഇമോഷണലി വളരെ ഡൗൺ ആയിരിക്കും. ചിലപ്പം ഈഗോ കൊണ്ട് നിങ്ങൾ കുറച്ച് അപ്പായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ ദിവസം ഇതൊന്നുമില്ലാതെ ബുദ്ധിയെയും ഹൃദയത്തെയും ഒക്കെ ഭരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സോളിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാം കൺട്രോൾഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ ശരിക്കും അല്ലെങ്കിൽ കൺട്രോൾ ആക്കണം എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് കൺട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കൺട്രോൾ ആക്കാൻ ശ്രമിച്ചാൽ അത് പറ്റും എന്നാണ്. നൈൻ ഓഫ് കപ്സ് ആണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഓക്കെ ആണല്ലോ, ഇന്നത്തെ ദിവസം ഓക്കെ ആയിരുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും, എനിക്ക് എൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ തന്നെ കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. വളരെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ ആക്കാൻ നിങ്ങൾക്ക് പറ്റും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ദൈവമായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരു വളരെ വളരെ നല്ല ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു കാർഡ് കൂടി നമുക്ക്
നോക്കി എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓഗസ്റ്റ് മന്ത്. അപ്പോൾ ഇത് ഓഗസ്റ്റ് മന്താണ്. ഈ ഓഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തിരിവുള്ള ഒരു മാസമായിരിക്കാം. അതിനുള്ള ഇത് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഏഞ്ചലാണ്, സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം ആണ്. അപ്പം നിങ്ങൾക്കൊരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതായത് ഏഞ്ചൽസിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കണം, അത് ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നതായിട്ടൊരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഏഞ്ചൽസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ബേർഡ് ഫ്ലൈയിങ് ആണ്. ന്യൂസ് ഈസ് ഓൺ ദ വേ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് വഴിയിലാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് കിട്ടുമായിരിക്കാം. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ന്യൂസ്, ഒരു ഗുഡ് ന്യൂസ് ആവും, അത് വരുന്നു എന്നുള്ളതാണ്. ചെയിനാണ്. ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫ്. ഇന്നത്തെ ദിവസം കുറേ ഈവൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അത് നല്ല രീതിയിലായിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ ലോബ്സ്റ്ററാണ്, ഫിനാൻഷ്യൽ പിഞ്ചാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് അത് ഇന്ന് കിട്ടുമെന്നാണല്ലോ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അത് നമുക്കത് കൂടുതൽ നമ്മളിലേക്ക് വരും, ഗെയിൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ടവറാണ്. സോളിഡ് ഫൗണ്ടേഷൻ, സക്സസ് വിത്ത് എഫേർട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു ദൃഢമായ ഫൗണ്ടേഷൻ, അടിസ്ഥാനം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ സക്സസ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ്സിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. യങ്ങർ വിമന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു ആളുമായിട്ടൊരു ഡീലിങ്സ് നടത്തേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓൾഡർ വിമനും വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രായം കൂടിയൊരു സ്ത്രീയും ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡീലിങ്സ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ബ്രോക്കൺ വിഷ് ബോൺ ആണ്. വിഷ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ് ആണ്. നിങ്ങളുടെ ഏതോ ഒരു ആഗ്രഹം ഇന്ന് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ആവുമായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഈ ഒരു കാര്യം എനിക്ക് വേണ്ടാത്തതാണ്, അതുകൊണ്ടാണ് നടക്കാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.